ഹലോ, ബിൽഡർ കരിയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കീർത്തി. നമ്മൾ RRB NTPC 45 ഡേയ്സ് റിവിഷൻ സീരീസിൽ ഇന്ന് നോക്കുന്നത് ഫിസിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 50 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം അതിനകത്തുള്ള 25 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അടുത്തത് നെക്സ്റ്റ് പാർട്ടായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് തരുന്നതായിരിക്കും. അപ്പം എല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രിപ്പറേഷൻസ് ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെന്ന് ഞാൻ അറിയുന്നുണ്ട്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളുടെ സജഷൻസും നിങ്ങളുടെ റിക്വയർമെൻറ്റ്സും എല്ലാം കമൻറ്റ് ത്രൂ നമ്മളെ അറിയിക്കുന്നതും ഞാൻ കാണുന്നുണ്ട്. അതെല്ലാം നമ്മൾ 1 by 1 ആയിട്ട് സോർട്ട് ഔട്ട് ചെയ്ത് സോൾവ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് ഓരോ കണ്ടന്റും എത്തിക്കുന്നതായിരിക്കും. നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ എല്ലാവരുടെയും ആവശ്യങ്ങൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ തന്നെ പ്രൊവൈഡ് ചെയ്ത് തരാനായിട്ട് നമ്മുടെ മാക്സിമം ട്രൈ ചെയ്യണതായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് പോവാം. ഫിസിക്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 50 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഫിസിക്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓൾറെഡി നമ്മൾ ചെയ്ത ഫിസിക്സിൻ്റെ എല്ലാ എന്താ പറയുക കണ്ടന്റും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ചാനലിലുണ്ട്. അതുപോലെ തന്നെ NTPC 45 ഡേയ്സ് റിവിഷൻ സീരീസ് ഇതുവരെയും സ്റ്റാർട്ട് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ആ ഒരു പ്ലേ ലിസ്റ്റ് ഐക്കാർഡിൽ കൊടുക്കാം. അപ്പം നിങ്ങൾ അതിൽ പോയി കഴിഞ്ഞാൽ റിവിഷൻ സീരീസിൽ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും അതിനകത്തുനിന്ന് കിട്ടും. അത് മാത്രമല്ലാണ്ട് നമുക്ക് വേറെ ഒരുപാട് സീരീസുകൾ നമ്മൾ ചെയ്തതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുവരെ നമ്മൾ ചെയ്ത എല്ലാ കണ്ടന്റ്സും കിട്ടും. അതെല്ലാം തന്നെ എല്ലാ എക്സാംസിനും യൂസ്ഫുൾ ആണ് എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടതാണ്. ഓക്കെ, അപ്പം എല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ എക്സ്ക്ലൂസീവ് ആയിട്ട് കോമ്പറ്റേറ്റീവ് എക്സാംസ് എസ്പെഷ്യലി RRB SSC എക്സാം ഓറിയന്റഡ് കണ്ടന്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്ത് തരുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ചാനൽ കയറി നോക്കുക. കാണുന്ന വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ മാത്രം നമ്മുടെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി? ഓക്കെ, അപ്പം എനർജി സ്കെയിലാർ ക്വാണ്ടിറ്റി. സ്കെയിലാർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ നോക്കേണ്ടത്. വാട്ട് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി? സ്കെയിലാർ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു വേർഡ് കൂടെ ഉണ്ട്, വെക്റ്റർ ക്വാണ്ടിറ്റി. ഓക്കെ, സ്കെയിലാർ ക്വാണ്ടിറ്റിയുടെ ഒപ്പം തന്നെ നമ്മൾ നോക്കേണ്ടതാണ് വെക്റ്റർ ക്വാണ്ടിറ്റി. അപ്പൊ എന്താണ് സ്കെയിലാർ ക്വാണ്ടിറ്റി എന്ന് ചോദിച്ചാൽ മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്കെയിലാർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. വെക്റ്റർ ക്വാണ്ടിറ്റി ആണെങ്കിൽ മാഗ്നിറ്റ്യൂഡിന് ഒപ്പം തന്നെ എന്തും ഉണ്ടാവും, ഡയറക്ഷനും ഉണ്ടാവും. മാഗ്നിറ്റ്യൂഡ് അലോങ് വിത്ത് ഡയറക്ഷൻ, അതിനെയാണ് നമ്മൾ വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. സ്കെയിലാർ ക്വാണ്ടിറ്റി ആണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് മാത്രമായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പൊ വെക്റ്റർ ക്വാണ്ടിറ്റിക്ക് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് വെലോസിറ്റി പറയാം. വെക്റ്റർ ക്വാണ്ടിറ്റിയുടെ എക്സാമ്പിൾ ആയിട്ട് വെലോസിറ്റി, ആക്സലറേഷൻ, ഫോഴ്സ് ഒക്കെ എന്താണ്, ഈ പറയുന്നതിനെല്ലാം ഡയറക്ഷനും കൂടെ ഉണ്ട് അല്ലെ. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഏത് ഡയറക്ഷനിലേക്കാണെന്ന് നമ്മൾ പറയും. ആക്സലറേഷൻ അതുപോലെയാണ്, ഫോഴ്സ് അതുപോലെയാണ്. സോ അവയെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്, വെക്റ്റർ ക്വാണ്ടിറ്റിക്ക് എക്സാമ്പിൾ ആണ്. എനർജി എന്ന് പറഞ്ഞാൽ അതിന് ഡയറക്ഷൻ ഒന്നുമില്ല, എനർജി അപ്ലൈ ആവുന്നു എന്ന് മാത്രമേ നമ്മൾ പറയുള്ളൂ. സോ എനർജി സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. അപ്പൊ സ്കെയിലാർ ക്വാണ്ടിറ്റി എന്താണെന്നും വെക്റ്റർ ക്വാണ്ടിറ്റി എന്താണെന്നും മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. യൂണിറ്റ് ഓഫ് പവർ. പവറിന്റെ യൂണിറ്റ് വാട്ട് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പവർ എന്ന് പറഞ്ഞാൽ എന്താണ്, റേറ്റ് ഓഫ് വർക്ക് ഡൺ. ഒരു വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിൽ ചെയ്യുന്ന വർക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിന്റെ യൂണിറ്റ് വാട്ട് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 1 വാട്ട്സ് എന്ന് പറഞ്ഞാല് 1 ജൂൾ പെർ സെക്കൻഡ് ആണ്. അതായത് ഒരു സെക്കൻഡിൽ 1 ജൂൾ എന്ന് പറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയണത്, 1 വാട്ട് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിൽ ചെയ്യുന്ന വർക്കിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, പവർ എന്ന് പറയുന്നത്. ദ റേഷ്യോ ഓഫ് വർക്ക് ടു എ പെർട്ടിക്കുലർ യൂണിറ്റ് ടൈം ഇസ് കോൾഡ് ആസ് പവർ. ഓക്കെ, അപ്പൊ പവർ എന്താണ് എന്നുള്ള കാര്യം ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്തത്, what is the SI unit of force? ഫോഴ്സിന്റെ SI യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ഓക്കെ, ഫോഴ്സിന്റേത് ന്യൂട്ടൺ ആണ്. ഫോഴ്സ് എന്ന് വെച്ചാൽ എന്താണ്, മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണ്. ഓക്കെ, ഫോഴ്സ് എന്ന് വെച്ചാൽ എന്താണ്,
മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. അപ്പോൾ ന്യൂട്ടൺ എന്ന് വരും. ഓക്കെ, ഫോഴ്സിന്റെ SI യൂണിറ്റ് ന്യൂട്ടൺ ആണ്. 1 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാം, മാസിൻ്റെത് കിലോഗ്രാം, ആക്സിലറേഷൻ്റെത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, 1 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയില്ലേ എങ്ങനെയാണെന്നുള്ളത്? അടുത്തത്, which of the following is the best conductor of electricity? ഇലക്ട്രിസിറ്റിയുടെ സിൽവർ എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റിയുടെ ഒരു ബെസ്റ്റ് കണ്ടക്ടർ ആണ്. ഓക്കെ, അപ്പം ഇതിന്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ, അപ്പൊ നമ്മൾ ചോദിക്കും അപ്പൊ ഗോൾഡ് ഒന്നും അല്ലേന്ന്. ആണ്. അപ്പം ഏറ്റവും കൂടുതൽ സിൽവർ ആണ്, അതിനുശേഷം കോപ്പർ ആണ്, അത് കഴിഞ്ഞ് മാത്രമാണ് എന്ത് വരുന്നത്? ഗോൾഡ് വരുന്നത്. ഓക്കെ, അപ്പം സിൽവർ ആണ് ഏറ്റവും ഹയസ്റ്റ് കണ്ടക്ടർ. ഇലക്ട്രിസിറ്റിയുടെ ഹയസ്റ്റ് കണ്ടക്ടർ സിൽവർ ആണ്, അതിനുശേഷമാണ് കോപ്പർ വരുന്നത്, അതിനുശേഷമാണ് എന്ത് വരുന്നത്? ഗോൾഡ് വരുന്നത്. ഓക്കെ, അടുത്തത്, ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം. വാക്വത്തില് ലൈറ്റിന്റെ സ്പീഡ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. വാക്വം എന്ന് വെച്ചാൽ നമുക്കറിയാം, ഒരു ഫ്രീ സ്പേസിൽ കൂടെ പോകുന്ന ലൈറ്റിന്റെ സ്പീഡ് 3/10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, അതിനെ നമുക്ക് എങ്ങനെ പറയാം? 299,792,458 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയാം. അതിനെ നമ്മൾ റൗണ്ട് ചെയ്തിട്ടാണ് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ലൈറ്റിന്റെ വാക്വത്തിലുള്ള സ്പീഡ് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പം അത് മാത്രം പഠിക്കാണ്ട് അത് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന കാര്യങ്ങൾ കൂടെ പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചധികം കവർ ചെയ്ത ഒരു വിശ്വാസം ഉണ്ടാവും. വിശ്വാസം മാത്രമല്ല, നമ്മൾ കുറച്ചധികം കൂടുതൽ ക്വാണ്ടിറ്റി കവർ ചെയ്തു പോകും. ഓക്കെ, ക്വാളിറ്റിയോട് കൂടിയിട്ട് കുറച്ച് ക്വാണ്ടിറ്റി നമ്മൾ ഏരിയ കവർ ചെയ്ത് പോകും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ദ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ ദ എർത്ത് സർഫസ് ഈസ്. എർത്തിന്റെ സർഫസിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഓക്കെ, അതായത് എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എത്രയാണ്? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഓക്കെ, അടുത്തത്, വാട്ട് ഇസ് ദ SI യൂണിറ്റ് ഓഫ് വർക്ക്? വർക്കിന്റെ SI യൂണിറ്റ് ജൂൾ ആണ്. ഓക്കെ, അപ്പം വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ് അല്ലെ? ഒരു ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പം എന്തിലാണോ ആ ഫോഴ്സ് അപ്ലൈ ചെയ്യണത് അതിനൊരു ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചാലാണ് നമ്മൾ അവിടെ വർക്ക് ഡൺ എന്ന് പറയുന്നത് അല്ലെ? ഇപ്പൊ നമ്മൾ ഒരു ടേബിള് തള്ളുകയാണ്, നമ്മൾ ഫോഴ്സ് യൂസ് ചെയ്തിട്ടാണ് തള്ളുന്നത്. നമ്മൾ തള്ളുമ്പം അവിടെ ആ ടേബിൾ നീങ്ങിയാൽ മാത്രമേ, ആ ടേബിളിന് ഒരു ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? വർക്ക് ഡൺ, അവിടെ വർക്ക് നടന്നു എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ജൂളിലാണ് വർക്ക് മെഷർ ചെയ്യുന്നത്. അപ്പം അതെന്താണ്? 1 ജൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ന്യൂട്ടൺ മീറ്റർ ആണ്. ഓക്കെ, 1 ജൂൾ എന്ന് പറഞ്ഞാൽ 1 ന്യൂട്ടൺ മീറ്റർ ആണ്. അടുത്തത്, ദ യൂണിറ്റ് ഓഫ് പ്രഷർ. പ്രഷറിന്റെ യൂണിറ്റ് പാസ്കൽ ആണ്. ഓക്കെ, പ്രഷറിന്റെ യൂണിറ്റ് പാസ്കൽ ആണ്. പ്രഷർ എന്ന് വെച്ചാൽ എന്താണ്? ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഓക്കെ, ഫോഴ്സ് ബൈ ഏരിയ ആണ് പ്രഷർ. പാസ്കൽ നമ്മൾ എങ്ങനെയാ മെഷർ ചെയ്യുക? 1 പാസ്കൽ എന്ന് പറഞ്ഞാൽ 1 ന്യൂട്ടൺ ബൈ മീറ്റർ സ്ക്വയർ. ഓക്കെ, ഫോഴ്സ് ന്യൂട്ടൺ ആണ്, ഏരിയ മീറ്റർ സ്ക്വയർ ആണ്. 1 പാസ്കൽ എന്ന് പറഞ്ഞാൽ 1 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഫോഴ്സ് ബൈ ഏരിയ ആണ് പ്രഷർ. ഓക്കെ, അടുത്തത്, വാട്ട് ടൈപ്പ് ഓഫ് മിറർ ഈസ് യൂസ്ഡ് ഇൻ വെഹിക്കിൾ റിയർ വ്യൂ മിറേഴ്സ്? നമ്മൾ വണ്ടിയിലെ റിയർ വ്യൂ മിറേഴ്സ് ഇല്ലേ, അതിലൊക്കെ ഏത് മിറർ ആണ് യൂസ് ചെയ്യണത്? കോൺവെക്സ് മിറർ ആണ് യൂസ് ചെയ്യണത്. ഓക്കെ, കോൺവെക്സ് മിറർ എന്തിനാണ് യൂസ് ചെയ്യണതെന്ന് ചോദിച്ചാൽ, ഈ കോൺവെക്സ് മിറർ ഒരു വൈഡ് ഫീൽഡ് ഓഫ് വ്യൂ ആണ് തരിക. അതായത് എന്ത് ചെയ്യും? നമുക്ക് ഒരുപാട് സ്ഥലം, ആ ഒരു കുഞ്ഞു മിററിലാണെങ്കിൽ കൂടെ നമുക്ക് ഏരിയ കവർ ചെയ്യണത് കൂടുതലായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ എപ്പോഴും വിർച്വൽ എറക്റ്റ് ഇമേജസ് ആയിരിക്കും തരുന്നുണ്ടാവുക കോൺവെക്സ് മിറർ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വണ്ടിയിലെ റിയർ വ്യൂ മിറേഴ്സിലൊക്കെ എന്ത് വെക്കുന്നത്? കോൺവെക്സ് മിറർ
വെക്കുന്നത്. അപ്പൊ കോൺവെക്സ് മിറർ തരുന്ന ഇമേജസ് എന്തായിരിക്കും? വിർച്വൽ ആൻഡ് ഇറക്റ്റ് ആണ്. ഓക്കെ, വിർച്വൽ ആൻഡ് ഇറക്റ്റ് ഇമേജസ് ആണ് കോൺവെക്സ് മിറർ തരുന്നത്. വിച്ച് ഫെനോമിനൻ കോസസ് എ റെയിൻബോ? റെയിൻബോ ഉണ്ടാവുന്നത് ഡിസ്പേർഷൻ വഴിയാണ്. ഡിസ്പേർഷൻ വഴിയാണ് റെയിൻബോ ഉണ്ടാവുന്നത്. അവിടെ എന്താ സംഭവിക്കുന്നത്? ലൈറ്റ് പല കളേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അതായത് മഴ സമയത്താണ് നമ്മൾ റെയിൻബോ കാണുന്നത് അല്ലെ? അപ്പൊ അവിടെ എന്തുണ്ടാവും? റെയിൻ ഡ്രോപ്സ് ഉണ്ടാവും. ഈ റെയിൻ ഡ്രോപ്സിൽ കൂടെ ലൈറ്റ് പാസ് ചെയ്യുന്ന ടൈമില് അവിടെ എന്ത് സംഭവിക്കും? ലൈറ്റ് സ്പ്ലിറ്റ് ചെയ്യുക, പല കളേഴ്സിലേക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്? റെയിൻബോ ഉണ്ടാവുന്നത്. ആ ഒരു സ്പ്ലിറ്റിംഗ് ആണ് നമ്മൾ ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ ആയല്ലോ അല്ലെ? എന്താണ് പറഞ്ഞത് എന്നുള്ള കാര്യം ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാം മനസ്സിലായിട്ടുണ്ട് എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഈസ് ദ ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം ഡിപ്പെൻഡ് ഓൺ? ഓക്കെ, ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? ആ പെൻഡുലത്തിന്റെ ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതിന്റെ ടൈം പീരീഡ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പം പെൻഡുലത്തിന്റെ ലെങ്ത് കൂടുതലാണെന്നുണ്ടെങ്കിൽ ടൈം പീരീഡ് ഓസിലേഷൻ ഒക്കെ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അപ്പൊ നമുക്ക് ഇവിടെ ടൈം പീരീഡ് ടി എന്ന് വെച്ചാൽ എങ്ങനെ പറയാം? 2π √L/g എന്ന് പറയാം. L എന്താണ്? ലെങ്ത് ആണ്, ലെങ്ത് ഓഫ് ദ പെൻഡുലം ആണ്. G ഗ്രാവിറ്റി ആണ്. ഓക്കെ, G ഗ്രാവിറ്റി ആണ്. മനസ്സിലായല്ലോ അല്ലെ? ടൈം പീരീഡ്, ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 2π √L/g ആണ്. L ലെങ്ത് ഓഫ് ദ പെൻഡുലം ആണ്, G ഗ്രാവിറ്റി ആണ്. അപ്പൊ ടൈം പീരീഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനെയാണ്? ലെങ്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. പൈ ആണെങ്കിലും ജി ആണെങ്കിലും കോൺസ്റ്റന്റ് ആണ്. ജിയുടെ വാല്യൂ 9.8 ആണെന്ന് നമുക്ക് അറിയാം. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോവിങ് വേവ്സ് ഈസ് യൂസ്ഡ് ഇൻ റഡാർ? റഡാറിൽ യൂസ് ചെയ്യണത് ഏത് വേവ്സ് ആണെന്നാണ്? റേഡിയോ വേവ്സ് ആണ് റഡാറിൽ യൂസ് ചെയ്യണത്. റഡാർ എന്ന് വെച്ചാൽ എന്താണ്? റേഡിയോ ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ്. ഓക്കെ, നമ്മൾ റേഡിയോ വേവ്സ് യൂസ് ചെയ്തിട്ട് ഒബ്ജക്ട്സ് ഫൈൻഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ റഡാർ യൂസ് ചെയ്യണത്. ഓക്കെ, റേഡിയോ വേവ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് കാണാൻ പറ്റാത്ത, മനുഷ്യന്മാർക്ക് ചെല്ലാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ നിന്നും അല്ലെങ്കിൽ കാണാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ നിന്നും മനുഷ്യവാസമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒബ്ജക്ട്സോ അവിടെ ഉണ്ടോ എന്ന് അറിയാനായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യണത്? റഡാർ യൂസ് ചെയ്യണത്. ഓക്കെ, അടുത്തത്, which law states that current is directly proportional to voltage? കറന്റ് വോൾട്ടേജിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് എന്ന് പറയുന്നത് ഓംസ് ലോയിലാണ്. ഓക്കെ, ഓംസ് ലോയിൽ എന്താ പറയണത്? V is equal to IR എന്നാണ് പറയുന്നത്. V എന്താണ്? വോൾട്ടേജ് ആണ്, I കറന്റ് ആണ്, R റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻസ് ടു റെസിസ്റ്റൻസ് വെൻ ദ ടെമ്പറേച്ചർ ഓഫ് എ കണ്ടക്ടർ ഇൻക്രീസസ്? ഒരു കണ്ടക്ടറിന്റെ ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞാൽ അവിടെ റെസിസ്റ്റൻസിന് എന്ത് സംഭവിക്കും? റെസിസ്റ്റൻസും അതുപോലെ തന്നെ എന്താകും? കൂടും. ഓക്കെ, കണ്ടക്ടറിന്റെ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് റെസിസ്റ്റൻസ് കൂടും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് ഇലക്ട്രോൺസിന്റെ കൊളിഷൻ അവിടെ കൂടും. ഓക്കെ, ഇലക്ട്രോൺസിന്റെ കൊളിഷൻ കൂടും. അങ്ങനെ വരുമ്പം അവിടെ എന്ത് സംഭവിക്കും? റെസിസ്റ്റൻസും ഇൻക്രീസ് ചെയ്യും. കൂടുതൽ കണ്ടക്ടേഴ്സിലും ഈ ഒരു പ്രോസസ്സ് തന്നെയാണ് നടക്കാറ്. വാട്ട് ഈസ് ദ പ്രൈമറി സോഴ്സ് ഓഫ് സോളാർ എനർജി? സോളാർ എനർജിയുടെ പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. ഓക്കെ, ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ് സോളാർ എനർജിയുടെ പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത്. സൺ ആണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സൺ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ന്യൂക്ലിയർ ഫ്യൂഷൻ വഴിയാണ്. എന്താണ് ഈ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത്? ഹൈഡ്രജൻ ആറ്റംസ് ഹീലിയം ആവാനായിട്ട് കമ്പൈൻ ചെയ്യണതാണ് ഫ്യൂഷൻ. ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആറ്റംസ് കമ്പൈൻ ചെയ്ത് ഹീലിയം ആവുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ന്യൂക്ലിയർ ഫ്യൂഷൻ വഴിയാണ് സോളാർ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ. അപ്പൊ ന്യൂക്ലിയർ ഫ്യൂഷനിൽ ഉണ്ടാവുന്ന
എലമെന്റ് ഏതാന്ന് ചോദിച്ചാൽ ഹൈഡ്രജൻ ആണ്. അത് എന്തായിട്ട് മാറും? ഹീലിയം ആയിട്ട് മാറും. അവിടെയാണ് എന്ത് അത് ആ ഒരു പ്രോസസ്സാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ എഫിഷ്യൻസി ഓഫ് എ മെഷീൻ ഈസ് ഓൾവേസ്. ഒരു മെഷീന്റെ എഫിഷ്യൻസി എപ്പോഴും ലെസ് ദാൻ 100% ആയിരിക്കും. ഓക്കെ, കാരണം ഒരു മെഷീനും നമുക്ക് ഒരിക്കലും 100% എഫിഷ്യന്റ് ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം എനർജി ലോസ് ഉണ്ടാവും. എല്ലാ മെഷീൻസിലും എന്ത് സംഭവിക്കുന്നുണ്ട്? എനർജി ലോസ് ഉണ്ടാവുന്നുണ്ട്. ആ എനർജി ലോസ് ഏത് ഫോമിലാണ് എനർജി പോകുന്നത്? ഹീറ്റ് ആയിട്ടും ഫ്രിക്ഷൻ ആയിട്ടും ഒക്കെ എനർജി ലോസ് ആവുന്നുണ്ട്. അപ്പൊ ആ എനർജി ലോസും കൂടെ മൈനസ് ചെയ്തിട്ടുള്ള എഫിഷ്യൻസി ആയിരിക്കും ഓരോ മെഷീനും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഒരു മെഷീനും നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? 100% എഫിഷ്യന്റ് ആണ് എന്ന് പറയാനായിട്ട് പറ്റില്ല. ഓക്കെ, the frequency of an AC supply in India is. ഇന്ത്യയിലെ AC സപ്ലൈയുടെ alternate currentന്റെ സപ്ലൈ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 50 ഹെർട്സ് ആണ്. ഓക്കെ, 50 ഹെർട്സ് ആണ് സ്റ്റാൻഡേർഡ് ഫ്രീക്വൻസി. ഓൾട്ടർനേറ്റിംഗ് കറന്റിന്റെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 50 ഹെർട്സ് ആണ്. The splitting of white light into its component colors is called. നമുക്കറിയാം കുറേ അധികം കളേഴ്സ് ഒരുമിച്ച് ചേർന്നിട്ടാണ് വൈറ്റ് ലൈറ്റ് ഉണ്ടാവുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം അല്ലെ. അപ്പം ഈ ഒരു വൈറ്റ് ലൈറ്റ് സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിന്റെ കോമ്പണന്റ് കളേഴ്സ് ആയി മാറുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. റെയിൻബോ ഫോം ചെയ്യാൻ റീസൺ ആയിട്ടുള്ള ഫിനോമിനൻ എന്ന് പറയുന്നത് ഈ ഡിസ്പേർഷൻ തന്നെ ആണ്. ഒരു പ്രിസത്തിൽ കൂടെ അല്ലെങ്കിൽ ഇപ്പൊ ഒരു റെയിൻ ഡ്രോപ്പിൽ കൂടെ ഒക്കെ വൈറ്റ് ലൈറ്റ് പാസ് ചെയ്ത് പോകുമ്പോൾ അത് എന്താവും? സെപ്പറേറ്റ് ആയിട്ട് കളേഴ്സ് മാറിപ്പോകും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. ഡിസ്പേർഷൻ എന്ന ഫെനോമെന യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് റെയിൻബോ ഫോർമേഷൻ. ഓക്കെ, which property of sound determines its pitch? സൗണ്ടിന്റെ ഏത് പ്രോപ്പർട്ടി ആണ് പിച്ച് ഡിറ്റർമൈൻ ചെയ്യുന്നത്? സൗണ്ടിന്റെ ഫ്രീക്വൻസി ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അതിന്റെ പിച്ച് പറയുന്നത്. ഓക്കെ, ഹയർ ഫ്രീക്വൻസി ആണെങ്കിൽ അവിടെ നമ്മൾ എന്ത് പറയും? ഇറ്റ്സ് ഓൺ ഹൈ പിച്ച് എന്ന് പറയും. ഹയർ ഫ്രീക്വൻസി ഉള്ള സൗണ്ട് ഹൈ പിച്ച് ആണ് ഫോം ചെയ്യണത്. ലോവർ ഫ്രീക്വൻസി ഉള്ള സൗണ്ട് ലോവർ പിച്ച് ആണ് ഫോം ചെയ്യണത്. ഓക്കെ, അടുത്തത് ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ അറ്റ് സീ ലെവൽ ഈസ്. സീ ലെവലില് വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. നോർമൽ അറ്റ്മോസ്ഫറിക് പ്രഷറിൽ വെച്ചിട്ട് നമ്മൾ സീ ലെവലിൽ വെള്ളം തിളപ്പിക്കുകയാണെങ്കിൽ 100 ഡിഗ്രി സെൽഷ്യസ് എത്തുമ്പോഴാണ് അത് എന്ത് ചെയ്യുന്നത്? ബോയിൽ ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ അല്ലെ? സീ ലെവലിലാണ് അതെപ്പോഴും ഓർത്തിരിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് നോക്കിയത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ടൈപ്പ് ഓഫ് ലെൻസ് ഈസ് യൂസ്ഡ് ടു കറക്റ്റ് മയോപ്പിയ, നിയർ സൈറ്റഡ്നെസ്? മയോപ്പിയ കറക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഏത് ലെൻസ് ആണ് യൂസ് ചെയ്യണത് എന്ന്. ഓക്കെ, നമ്മൾ കോൺകേവ് ലെൻസ് ആണ് മയോപ്പിയയ്ക്ക് യൂസ് ചെയ്യണത്. കോൺകേവ് ലെൻസ് എന്താ ചെയ്യാന്ന് വെച്ചാൽ ലൈറ്റ് റേസിനെ ഡൈവേർജ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഡൈവേർജ് ചെയ്തിട്ടാണ് മയോപ്പിയ നമ്മൾ എന്ത് ചെയ്യുന്നത്? കറക്റ്റ് ചെയ്യണത്. നിയർ സൈറ്റഡ്നെസ് കറക്റ്റ് ചെയ്യണത്. ഓക്കെ, വാട്ട് ഹാപ്പൻസ് ടു ദ വേവ് ലെങ്ത് ഓഫ് എ വേവ് വെൻ ഇറ്റ്സ് ഫ്രീക്വൻസി ഇൻക്രീസസ്? ഒരു വേവിന്റെ ഫ്രീക്വൻസി കൂടിക്കഴിഞ്ഞാൽ അതിന്റെ വേവ് ലെങ്ത്തിന് എന്ത് സംഭവിക്കുന്ന ചോദിക്കണത്. വേവ് ലെങ്ത് എന്താവും? കുറയും. ഓക്കെ, അതായത് വേവ് ലെങ്ത്തും ഫ്രീക്വൻസിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. വേവ് ലെങ്ത് ഫ്രീക്വൻസിയും എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതുകൊണ്ട് തന്നെ ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ചിട്ട് വേവ് ലെങ്ത് കുറയും. അടുത്തത് which of the following is an example of a non renewable energy source? കോള് ഒരു നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ് ആണ്. നമുക്ക് പിന്നീട് എന്ത് ചെയ്യാൻ പറ്റില്ല? യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. കോള് ഫോസിൽ ഫ്യൂവൽ ആണ്. അത് എന്താവും? വർഷങ്ങൾ എടുത്തിട്ടാണ് അത് ഫോം ചെയ്യണത്. അത് നോൺ റിന്യൂവബിളും ആണ്. ഓക്കെ, അപ്പൊ കോൾ എന്താണ്? ഒരു ഫോസിൽ ഫ്യൂവൽ ആണ്. അത് ഒരുപാട് വർഷങ്ങൾ എടുത്തിട്ടാണ് ഫോം ചെയ്യണത്. അതുകൊണ്ട് തന്നെ അത് എന്താണ്? നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ് ആണ്. The image formed by a plane mirror. ഒരു പ്ലെയിൻ മിറർ ഫോം ചെയ്യുന്ന ഇമേജ് വിർച്വൽ ആൻഡ് അപ്രൈറ്റ് ആയിരിക്കും. ഓക്കെ, പ്ലെയിൻ മിറേഴ്സ് എപ്പോഴും വിർച്വൽ, അപ്രൈറ്റ്, അതുപോലെ സെയിം സൈസ് ഇമേജസ് ആയിരിക്കും ഫോം ചെയ്യണത്. ഓക്കെ, എൻലാർജ് ചെയ്തിട്ടോ അല്ലെങ്കിൽ സൈസ് കുറച്ചിട്ടോ ഒന്നുമല്ല
പ്ലെയിൻ മിറേഴ്സിൽ നമ്മൾ എപ്പോഴും കറക്റ്റ് ആയിട്ടുള്ള അതേ സൈസിലുള്ള ഇമേജസ് ആയിരിക്കും കാണുന്നുണ്ടാവുക. വാട്ട് ഈസ് ദ SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ചാർജ്? ഇലക്ട്രിക് ചാർജിന്റെ SI യൂണിറ്റ് കൂളോംബ് ആണ്. ഓക്കെ, കൂളോംബ് ആണ്, നമ്മൾ C എന്നാണ് പറയുക. 1 കൂളോംബ് എന്ന് പറഞ്ഞാൽ ചാർജ് ട്രാൻസ്പോർട്ടഡ് ബൈ 1 ആംപിയർ ഇൻ 1 സെക്കൻഡ്. ഓക്കെ, ഒരു ആംപിയർ ഒരു സെക്കൻഡിൽ എത്ര ചാർജ് ആണോ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ 1 കൂളോംബ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമുക്ക് നോക്കാനുള്ള 25 ക്വസ്റ്റ്യൻസ്. പറഞ്ഞു തന്ന ക്വസ്റ്റ്യൻസും അതിന്റെ എക്സ്പ്ലനേഷൻസും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഒരിക്കലും സമയം വൈകിയിട്ടില്ല. ഇനിയും പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ NTPC റിവിഷൻ സീരീസിൽ പങ്കെടുക്കുക. കൂടുതലൊന്നുമില്ല, നമ്മുടെ പ്ലേലിസ്റ്റിൽ പോവുക, ഇതുവരെ നമ്മൾ ചെയ്ത വീഡിയോസ് എല്ലാം നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. കൂടുതൽ അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസും കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻസും എല്ലാം വേണമെന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ ചാനലിൽ തന്നെ കിടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതെല്ലാം യൂസ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ തന്നെ വരുന്ന എക്സാംസിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. NTPCക്ക് മാത്രം എന്നല്ല, നമ്മൾ ചെയ്യുന്ന കണ്ടന്റ് എല്ലാ RRB എക്സാംസിനും SSC എക്സാംസിനും അതുപോലെ തന്നെ ഏതൊരു സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിനും യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള കണ്ടന്റ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് തരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ നല്ലൊരു ഫീഡ്ബാക്കും സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ ഇനിയും അങ്ങോട്ടേക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.